റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി പറയുമ്പോഴും മുന്നണി മാറ്റത്തിൽ ശുഭപ്രതീക്ഷ കൈവിടുന്നില്ല കോൺഗ്രസ്. സ്വകാര്യ ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടറിനോട് സ്ഥിരീകരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നാളെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. സണ്ണി ജോസഫ് റിപ്പോർട്ടറിന്റെ നേതാവ് അഭിമുഖത്തിൽ പ്രതികരിച്ചത് കേൾക്കാം. വിളികൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ജോസ് കെ മാണിയും സ്ഥിരീകരിക്കുന്നു. പലപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പ്രതികരിച്ചു. സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇപ്പൊ ജോസ് കെ മാണിയും ഞാനും തിരുവനന്തപുരത്ത് ഒരു ഫംഗ്ഷൻ അടുത്തടുത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്തിരിക്കേണ്ടവരാണെന്ന് തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിലപ്പുറം ഉണ്ടായിട്ടില്ല. അതിലപ്പുറം ഉണ്ട് രാഷ്ട്രീയ ചർച്ചകളിലേക്ക്. അത് അങ്ങയുടെ കാര്യം. പക്ഷേ മറ്റു ചില നേതാക്കൾ വിളിച്ചിരുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവർ രണ്ടു ഭാഗത്തും ഉണ്ടാകാം. അവര് മുന്നണിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിലും ഉണ്ടാകാം, UDF വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ഇടയിലുണ്ടാകും. പക്ഷെ അവരൊരു രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടില്ലല്ലോ, ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. ജോസ് കെ മാണി എടുത്തിട്ടില്ല. അവരുടെ നാളത്തെ അവരുടെ കമ്മിറ്റി ഉണ്ടല്ലോ, ഹൈ പവർ കമ്മിറ്റി, അതിലേക്കാണ് അവർ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് UDF വരും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രതീക്ഷ അല്ലെ? അവര് പ്രവർത്തിക്കുന്ന മേഖലകളിലെ ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങൾ UDF കൂടെയാണെന്ന് വ്യക്തമാക്കപ്പെട്ട കാര്യം. റോഷിപ്പാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. റോഷിപ്പാൽ, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ UDF ക്യാമ്പ് പ്രതീക്ഷ കൈവിടുന്നില്ല. ജോസ് കെ മാണി വരും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. കേരള കോൺഗ്രസിന് ഇപ്പോഴും വാതിൽ തുറന്നിടുകയാണെന്ന് KPCC പ്രസിഡന്റ് കൃത്യമായി തന്നെ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് കേരള കോൺഗ്രസ് ഉള്ളയിടങ്ങളിൽ ജനങ്ങളുടെ നിലപാട് അത് UDF നമുക്കറിയാം, പല വിഷയങ്ങളുണ്ട്. വന്യജീവി ആക്രമണം, JB കോശി കമ്മീഷൻ വിഷയം, അങ്ങനെ പല കാര്യങ്ങളിലും നിലപാടെടുക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് ഇത് കാണാതെ പോകാൻ കഴിയില്ല എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. വിനീത, നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണ് കേരള കോൺഗ്രസ് എമ്മിനെ ഇങ്ങനെ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് LDF തിരിച്ചടിയുണ്ടായി. മാത്രവുമല്ല, മലയോര മേഖലയിലെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നേരത്തെ തന്നെ സഭകൾ സർക്കാരിനോട് അതൃപ്തി അറിയിച്ചതാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല. ഇതൊക്കെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദമായി കേരള കോൺഗ്രസ് എമ്മിന് ജോസ് കെ മാണിക്ക് മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു പുനരാലോചനയ്ക്ക്, മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് കടക്കുന്നതും. കോൺഗ്രസ് ആണെങ്കിൽ കൃത്യസമയത്ത് ഒരു ഇടപെടൽ നടത്തുകയും ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. രഹസ്യമായ ചർച്ചകളാണ്. ആ ചർച്ചകൾക്ക് നല്ല പുരോഗതി ഉണ്ടെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കം പറയുന്നത്. ഇപ്പോൾ എല്ലാവരും മൗനം പാലിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട യോഗം നാളെ ചേരുകയാണ്. ആ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എടുക്കുന്ന തീരുമാനം പ്രധാനമാകും. അതിനപ്പുറത്ത് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒരുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം UDF അടിത്തറ പാകിയ നേതാക്കളിൽ ഒരാളാണ് KM മാണി. അങ്ങനെയുള്ള KM മാണിയുടെ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ UDF തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഏതായാലും അതുകൊണ്ട് നാളത്തെ തീരുമാനങ്ങൾക്ക് കാത്തിരിക്കുകയാണ് കോൺഗ്രസും UDF. വിനീത, അതാണ് കാത്തിരുന്ന് കാണാം എന്ത് സർപ്രൈസ് ആണ് ബാക്കിയാവുന്നതെന്ന്. ഏതായാലും UDF ക്യാമ്പിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്, കൈപിടിക്കും ജോസ് എന്നത് തന്നെയാണ്. അപ്പോൾ സണ്ണി ജോസഫ് രഹസ്യ ചർച്ചകൾ നടന്നുവെന്ന് റിപ്പോർട്ടറിന്റെ നേതാവ് പരിപാടിയിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്.